ആവലി ഹുക്കി 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 അടിപൊളി. അതെ സംഗതി ഇതേ ഷമീർ മീൻ പിടിച്ചിട്ടുണ്ട്. വലിപ്പം കേട്ടാ ഇത്രയുണ്ട് വലിപ്പം കേട്ടാ. കാണുന്നത് അതാണ് നമ്മുടെ ഷെറിൻസ് വ്ലോഗിലെ ഷെറിൻ മച്ചാൻ്റെ വീട്ടിലോട്ടുള്ള വഴി. ഞാനിപ്പോൾ ഉള്ളത് വൈറ്റിലാണ് മച്ചാൻ്റെ വീട്. ഇന്നലെ ഇവിടെ നിന്നു ഫിഷ് ഫാമിലേക്ക് പോകാൻ ഇന്ന് രാവിലെ പോകണം. സോ ഇവിടുന്ന് അടുത്താണ് സ്ഥലം. നമ്മൾ ഫിഷിങ്ങിന് പോകുമ്പോഴത്തേക്കും ഫിഷിങ്ങിൻ്റെ മെയിൻ ആൾ, അതും കൊച്ചിയിലൊരാളില്ല, ഇല്ലേ പൊക്കാതെ പോകാൻ പറ്റുമോ? ഞങ്ങൾ നേരെ ഇനി ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാണ്. അവിടെ ചെന്നിട്ട് ഉണ്ണിച്ചേട്ടനെ പൊക്കി നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക്. വിശദമായ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, ജസ്റ്റ് നമ്പർ മാത്രം ഉണ്ടായിരുന്നു, ഒന്ന് വിളിച്ചു ചോദിച്ചു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ടേ അറിയാവുള്ളൂ. സോ നമുക്ക് ആദ്യം ഉണ്ണിച്ചേട്ടനെ പോയി പോകാം, അവിടെ നേരെ അങ്ങോട്ട് ലെറ്റ്സ് ഗോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരു ഇൻട്രോ പറയാൻ മറന്നുപോയി. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ശരിക്കും ഷെറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് അടുത്തുണ്ടെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ ട്രാഫിക്കും കൊണ്ടും കൂടിയൊക്കെ ആയിട്ട് ഒരു 45 മിനിറ്റ് എടുത്തു. 7.5 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടല്ല 9 മണിക്ക് അല്ലാന്നാണ്. ഇപ്പോൾ 9:45 അങ്ങനെ കട്ടത്തറി പറയാതിരുന്നാൽ മതി. അയ്യോ പ്രൈവറ്റ് ബസ്. നമ്മളിത് വണ്ടിയൊക്കെ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇടവഴികളൊക്കെ കയറി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക്. കുമ്പളങ്ങിക്കാരൻ നമ്മുടെ Omkv ഉണ്ണിച്ചേട്ടൻ. ഈ സ്ഥലമൊക്കെ ഉള്ളട്ടാ, നല്ല മറ്റേ കിളികളുടെ സൗണ്ടും. അത് കിളിയല്ല, പട്ടി. അതുകൊണ്ട് കുറച്ച് കോഴിയുടെ സൗണ്ട്, കിളിയുടെ സൗണ്ട്, കാക്കയുടെ സൗണ്ട് എല്ലാം ഉണ്ട്. ഏയ് വഴിയൊന്നും മാറിയില്ല, കറക്റ്റ് വഴി. ആ കുറച്ച് താമസിച്ചു പോയി, അതാണ്. രണ്ടുപേരും ക്യാമറ പിടിക്കൂ, ചൂണ്ട പിടിക്കൂ. അല്ല ചൂണ്ട പിടിച്ചോളാം. അങ്ങനെ നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലെത്തി. നീ ചോട്ടല്ലോ കേട്ടോ, ചേച്ചി ചെവിക്കല്ലി നോക്കി അടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ വീട്. ഉണ്ണിച്ചേട്ടാ ചായ ആവാം അല്ലേ? ഒരു ചായ തരുമല്ലേ? അല്ല സാധാരണ ഒരാൾ കുളിച്ചൊരുങ്ങാൻ എത്ര സമയം വേണം? 45 മിനിറ്റ് ആണ് ഉണ്ണിച്ചേട്ടാ ഇവൻ കുളിക്കുന്ന. 45 മിനിറ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞില്ല അല്ലേ? ഞാൻ പറയും, ഞാൻ എല്ലാം പറയും, ഞാൻ ഇത് എവിടെയും പറയും. അപ്പോൾ അതെ നമ്മള് ചുമയല്ലേ ഗേറ്റൊക്കെ എടുത്തിട്ട് ഇറങ്ങുവാണ്. നേരെ നമ്മുടെ കാക്കനാട് അടുത്താണ് ഈ സംഭവം. ഫിഷിങ് ലൈവായിട്ട് നമുക്ക് ഫിഷ് പിടിച്ച് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ എന്നറിയാം. അല്ലേ ഉണ്ണിച്ചേട്ടാ? പല്ലുലക്ഷം ഉള്ള കാരണം പിന്നെ കുർബാനയ്ക്ക് മേടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ കണക്ക് ഉണ്ണിച്ചേട്ടനുള്ള കാരണം പിന്നെ ഫിഷിങ്ങിനൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഫാമാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, മീൻ കൊത്തുന്ന സമയവും സാഹചര്യം അല്ലെങ്കിൽ ഫാമാണെങ്കിലും മീൻ കിട്ടുന്ന. ആ ചൂണ്ടയിട്ടിട്ട് കൊത്തിയില്ലെങ്കിൽ ഞാൻ തോർത്തെടുത്തു കടയിൽ പോയി മേടിക്കണ്ടേ? അല്ല പിന്നെ വാലയിട്ട് പിടിക്കും, അത്രേ ഉള്ളൂ. ആ അതുകൊള്ള. എന്തായാലും ബാക്കിയൊക്കെ അവിടെ പോയിട്ട് അറിയാം. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വയറൊട്ടി പിടിക്കാൻ പറഞ്ഞു. ഇപ്പം എങ്ങനെ ഓടിച്ചേട്ടാ പരിപാടി തുടങ്ങിയാലോ? നമുക്ക് നമ്മുടെ റോഡിൽ പിടിച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ റോഡ് മതി. സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ 3 റോഡെങ്ങാണ്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ റോഡ് വെച്ചാണ്. അപ്പോൾ നമ്മളെന്തായാലും ഫാമിലെത്തി. നമ്മൾ നമ്മുടെ റോഡൊക്കെ സെറ്റപ്പ് ആക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം അൺലോഡ് ചെയ്യട്ടെ. ഷെറിനെ എങ്ങനെ തുടങ്ങുമല്ലേ? പിന്നെ നമുക്ക് വഴിയെ വഴി ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും കാണാം. നമ്മൾ രാവിലെ എത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സാധനങ്ങളൊക്കെ വാങ്ങി ഇഞ്ഞ് എത്തിയപ്പോൾ ഒരു നേരം ഇത് കണ്ടോ, ഇഷ്ടം പോലെ ആളുകൾ, പ്രത്യേകിച്ച് ഫാമിലീസ് ഒരുപാട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻ വാങ്ങുന്നത് എങ്ങനെ? ചന്തയിൽ പോയി വാങ്ങും, ഇല്ലെങ്കിൽ ഫ്രഷായിട്ട് കായലിൽ പിടിക്കുന്നിടത്ത് അവിടെയൊക്കെ പോയി വാങ്ങും. പക്ഷേ ഇത് സ്വന്തമായിട്ട് മീൻ പിടിച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നത്, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഞാൻ സാധാരണ ചേട്ടൻ എങ്ങനെയാണ്? പിടിക്കാൻ വേണം കാശും കൊടുക്കണം, പക്ഷെ പിടിക്കാനുള്ള ഒരു അവസരം, അതെ ഫ്രഷായിട്ട് പിടിക്കാനുള്ള അവസരം, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. 299 രൂപ.
നമുക്ക് ഫിഷിങ്ങിനെ കുറിച്ച് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട് ചേട്ടന് ചോദിക്കാം. ആളോകളാവനം. അത് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യങ്ങളൊന്നും അല്ല. ഇത് കൊളുത്ത്, ഇത് ജർമ്മൻ കൊളുത്താണ്, ജർമ്മൻ മെയ്ഡാണ് ഈ സാധനം. അത് അങ്ങനെ പറയാൻ കാര്യം ജർമ്മനിയിൽ നിന്ന് നമ്മുടെ ഒരു ചേട്ടൻ അയച്ചു. നമ്മുടെ ഇവിടുത്തെ കൊളുത്തിന് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ല, ഇത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ഇവിടെ ഒരു സംഭവമാണ്, തടച്ചിലുണ്ട്. അതായത് നമ്മൾ ഇട്ട് വെക്കുന്ന ഇര ഊരിപ്പോണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു തടച്ചിലുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൊളുത്തിനില്ല. പിന്നെ ഈ കൊളുത്തിന് സാധാരണ കൊളുത്ത് പോലെയല്ല, ഒരു വളവുണ്ട്. ഇതുണ്ട ആ വളവ് എന്തിനാണെന്നറിയാമോ? ഇത് നമ്മുടെ ഇവിടെ ഉണ്ട് ഇങ്ങനെ വളഞ്ഞത് കൊളുത്തുകൾ. വളം എന്ന് പറഞ്ഞാൽ മീനിന്റെ വായിലേക്ക് പോയി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വലിക്കില്ലേ, തിരിച്ചു വലിക്കുമ്പോൾ ഉടക്കാൻ വേണ്ടിട്ട്. നേരെ തന്നെയാണെന്നാണെങ്കിൽ അത് ചിലപ്പോൾ വായിപ്പിട്ട് തന്നെ പുറത്തേക്ക്. എന്തോരം കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞാൽ. ഫിഷിങ്ങിന് പോകുമ്പോഴത്തേക്കും റോഡ്, ഓരോ ഫിഷിനും ഓരോ ടൈപ്പ് റോഡ്, അതിനുള്ള കുരുക്ക്, അതിനുള്ള തീറ്റ, ഏത് സമയത്ത് പോയാൽ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം, എങ്ങനെ മീൻ പിടിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫിഷിംഗ് റോഡ് സെറ്റായിട്ടുണ്ട്. നമുക്കിനി പരിപാടിയിലേക്ക് കിടക്കാം. തുടങ്ങല്ലേ? അപ്പോൾ ഇത് ഷെറിനും ഷമീറും കൂടി ചൂണ്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് ചൂണ്ടയിടാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഫാമിലുള്ള മീനുകൾ അവരെ കൊണ്ട് തന്നെ പിടിപ്പിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. ആടാ കൊത്തണ്ടടാ, കൊത്തണ്ട് ഷമീർ. വലിയ 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 അത് ഷമീർ ആദ്യം ഇട്ടിട്ട് കിട്ടിയില്ല കേട്ടോ. മീൻ കൊത്തിയിട്ട് പുള്ളിക്ക് വലിച്ച് ശരിയായില്ല. അതായത് മീനെ വലിക്കേണ്ടത് വെറുതെ ഇങ്ങനെ വലിക്കില്ല, ഒന്ന് ഹുക്ക് ചെയ്യണം. ഹുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെറുതെ പൊക്കിയെടുത്ത്. ഇത് നമ്മളിപ്പം മറ്റേ തീറ്റ മാറ്റിയിട്ട് മണ്ണിര ഇട്ടേക്കുവാണ്. തീർത്തെടുത്തിട്ട് പാടില്ല. ഇത് അത് കണ്ടോ, ഇലയുടെ മുകളിൽ കൂടാണ് നമ്മൾ ആ നൂലിട്ടേക്കുന്നത്. കാരണം കൊത്തുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഷമീർ ഇപ്പോൾ പിടിക്കും എന്നാ പറയണം. ആ വലിയ ഹുക്കി ഹുക്കി ഹുക്കി. ആ അടിപൊളി. അതെ സംഗതി ഇതേ ഷമീർ മീൻ പിടിച്ചിട്ടുണ്ട്. വലിപ്പം കണ്ടാ? ഇത്രയുണ്ട് വലിപ്പം കേട്ടാ. പൊളി. അങ്ങനെ ഉണ്ണിച്ചേട്ടന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ആദ്യത്തെ മീൻ പിടിച്ചിരിക്കുകയാണ്. ആദ്യത്തെ അല്ല, ആദ്യത്തെ പിടിച്ച ചാടിപ്പോയി. ഇത് പിന്നെ രണ്ടാമത്തെ ട്രൈ ആണ്. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങോട്ട് ഏൽപ്പിക്കാം. ഇല്ല, വലിയൊരു മീനെ പിള്ളേർ ഇതേ പിടിച്ചോണ്ട് പോന്നാണ്ടാ. ഷെറിൻ കുറേ നേരമായിരുന്നു ചൂണ്ടി. എല്ലാം കിട്ടിയ പിള്ളേരൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. കിട്ടി മോനെ കിട്ടി. ഇതാ ഉണ്ണിച്ചേട്ടൻ വിജയകരമായ മീനെ വീണ്ടും പിടിച്ചിരിക്കുകയാണ്. റെഡ് കണ്ണു, എൻ്റെ കണ്ണു നോക്കിൻ്റെ ചുമലക്കണ്ണ്. ശരിയാ, ലൈറ്റ് ഇട്ടോളത്തുള്ള. ഈ കുളം മാത്രം ഏകദേശം ഒരു 10-40 സെൻറ്റിനകത്താണ് ഇവർ ചെയ്തേക്കുന്നത്. ഈ പുള്ളിയുടെ പാഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ ഒരുപാട് പേര് വരാനൊക്കെ തുടങ്ങിയപ്പോൾ നല്ല അത്യാവശ്യം കണ്ടില്ല, ഇഷ്ടംപോലെ ഫാമിലീസൊക്കെ വരുന്നുണ്ട്. ഇതിങ്ങനെ വളർത്തുന്ന ഏരിയ ആയത് കാരണം നമ്മളൊരിത്തിരി നേരം മെനക്കെട്ടാലും നമുക്ക് ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ പറ്റും. സാധാരണ ഉണ്ണിച്ചേട്ടനൊക്കെ പോകുന്ന പോലെ പോയാൽ നമുക്ക് നല്ല ക്ഷമമാണ്. ഉണ്ണിച്ചേട്ടനൊക്കെ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ നിന്നിട്ടായിരിക്കും മീനുകളൊക്കെ പിടിക്കുന്നത്. അപ്പം ഇവിടെ പ്രശ്നമൊന്നുമില്ല, വരുന്നവർക്ക് പിള്ളേർക്ക് ഉൾപ്പെടെ ഉള്ളവർക്കെല്ലാം കിട്ടുന്നുണ്ട്. അത് പിടിച്ച് നമ്മൾ സ്വന്തം കൈകൊണ്ട് പിടിച്ച് ഇത് മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഒരു പ്രത്യേക രസം തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഫിഷിങ്ങിന് പോകുന്നവരൊക്കെയാണ്, അവർക്കൊക്കെ അറിയാം ആ ഫിഷിങ്ങിൻ്റെ ഒരു ഫീൽ എന്താണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഈവനിങ് ടൈം നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇവിടെ വരിക, ഇവിടെ തന്നെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ റീലുമായിട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റോഡുമായിട്ടാണ് വന്നത്, അതായിട്ട് മീൻ പിടിക്കുമായിരുന്നു. അതായത് നല്ല അടിപൊളി സംഭവമാണ്. ഒരു ഈവനിങ് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല സൂപ്പർ സെറ്റപ്പാണ്. നമ്മളിനി ഇവിടെ
കുക്ക് ചെയ്യാൻ പോകണം. ഇവർക്ക് ഇവിടെ കുക്കിംഗ് ഫെസിലിറ്റി ഇല്ല. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇവിടെ സ്ഥലം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരോട് പ്രത്യേകം ചോദിച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകണേ. അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. പിടിക്കുന്ന മീൻ ഇവിടെ തന്നെ അവർ റെഡിയാക്കി തരും. ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല, ഇവിടെ തന്നെ റെഡിയാക്കി തരുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് എന്താ 25 രൂപ അങ്ങോട്ട് കൊടുക്കണം. മീൻ കിലോയ്ക്ക് 250 രൂപയാണ് തിലോപ്പി മീനിന്. എന്നുവെച്ചിട്ട് ഈ റോഡിൻ്റെ സെറ്റപ്പൊക്കെ എങ്ങനെ? ഇതെന്നാ സാധനം ശരിക്കും? ഇത് എന്താ പറയുക, പല സാധനങ്ങളുണ്ട്. ഗ്രാഫൈറ്റ് അങ്ങനെ പല. ഏത് കമ്പനിയത്? ഇത് പെലാജി ട്രൈബിൻ്റെ ഡൂവോ എന്ന് പറഞ്ഞ സംഭവം. ഇതിനൊരു 1300 രൂപ ഉള്ളു. അത്രയും വിലയുള്ളല്ലേ? ഇത് പെലാജി ട്രൈബിൻ്റെ സെന്റിനൽ. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ പിടിക്കുന്ന സാധനം. ഇത് നമുക്ക് ഒടിച്ച് പാക്കറ്റ് ആക്കാം അല്ലേ? വളച്ചെടുക്കാം. ഓ ഇത്രയും വളയല്ലേ? ഇതൊക്കെ സാധാരണ ഏതൊക്കെ ഫിഷിനെ പിടിക്കാൻ വേണ്ടിയായിരിക്കും? അത്യാവശ്യം എല്ലാം നല്ലതാണ്. എല്ലാം നല്ല അല്ലേ? ഓക്കെ. സെന്റിനൽ പെലാജി ട്രൈബ്. സെന്റിനൽ 2300 ഇതല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കുക്കിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചായിരുന്നു, അതൊക്കെ ദേ ഇട്ടിരിക്കുന്നു. പിന്നെ അതേ ഉണ്ണിച്ചേട്ടൻ്റെ സലാഡ് ഉണ്ടാക്കി. സലാഡ് ഉണ്ടാക്കി. ഈ ഗുഡ് ഡേ കൊണ്ടാണോ സലാഡ് ഉണ്ടാക്കുന്നത്? ഇല്ല, ഇത് എനിക്കും നമുക്ക് കഴിക്കാം. എന്തായാലും സോ അപ്പം നമുക്ക് പരിപാടി തുടങ്ങിയാലോ? ദേ ഉണ്ണിച്ചേട്ടൻ ഓൾറെഡി ഇരുന്ന് നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അല്ലേ ഉണ്ണിച്ചേട്ടാ? ഓക്കെ. മസാല നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നൊരു നാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിഞ്ഞ്. അമ്പടാ ഒരു നാരങ്ങ മതി അല്ലേ? ഒരു നാരങ്ങ മതി. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒഴിയുണ്ട് ചൂടി. മതിയോ? ഓക്കെ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആയി. വെള്ളം ഒഴിച്ചപ്പോൾ കണ്ട മസാല അങ്ങോട്ട് കുറുകി അല്ലേ? മണം വന്നില്ലേ? മണം വന്ന് പറഞ്ഞിട്ട് കാറ്റടിച്ച് ഇങ്ങനെ ഇടത്തോട്ട് പോയി. അവിടെ അപ്പുറത്തേക്കുന്നവർക്ക് കിട്ടുമായിരിക്കും. അങ്ങനെയാണ് സാധാരണ പറഞ്ഞ് ആശ്വസിക്കാറ്. വെള്ളം കുടിച്ചിനും കൂടെ നമ്മക്ക് കിട്ടില്ല. അപ്പുറത്തേക്കുന്ന ആൾക്കാരില്ലേ, അവർക്കായിരിക്കും മസാലയുടെ ശരിക്കും മണം കിട്ടും. ഉണ്ണിച്ചേട്ടൻ ഇതാ ഇവിടെ മസാല കുഴയ്ക്കുന്നു. ഷെറിൻ ഇതാ ഇവിടെ പച്ചക്കറി എരിയാൻ പോകുന്നു. സവാള ഗിരി അരി അങ്ങട് മസാല ഇങ്ങോട്ട് സംഭവം നല്ല ലൂസാക്കി എടുത്തിട്ടുണ്ട്. മസാല അങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിക്കുക. സംഗതി നമ്മുടെ മീനൊരു 300 ഗ്രാമോളം ഉണ്ട് കേട്ടോ അല്ലേ? 3 മീൻ കൂടിയപ്പോൾ കറക്റ്റ് 1 കിലോ ആയി. 1 കിലോ ആയി. 300 ഗ്രാം ചില്ലറ തിലോപ്പി മീൻ അല്ലേ? മീനും ഇങ്ങനെ കുറച്ച് ഇരിക്കട്ടെ. നമുക്ക് സലാഡിന്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സലാഡിനുള്ള അതിനകത്ത് ഇടാനുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കപ്പലണ്ടി. തൊലിയില്ലാത്ത കപ്പലിൻ്റെയാണ് വാങ്ങിക്കേണ്ടത്, നമുക്കത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കുത്തിന്ന് തൊലി കളയുന്നു. വെറൈറ്റി അല്ലേ ഉണ്ണി ചേട്ടാ? അതെ, വെറൈറ്റി.
ഇതിന് പേരിട്ട് സലാഡെന്ന് ഇംഗ്ലീഷിൽ പറയും. ആണല്ലേ? എന്താ പേര് എനിക്കറിയില്ല. നിങ്ങളിവിടെ നിന്ന് അരിയുന്ന അവരവിടെ നിന്ന് വിറക്കി തിന്നുന്നു. ഫുൾ ഓക്കേണോ? ഓക്കെ, നമുക്ക് മീൻ പൊരിക്കാൻ തുടങ്ങിയാലോ? ആ, കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് വേപ്പില, കറക്റ്റ് ഭാഗം എണ്ണ വെച്ചു. ഒരു പഞ്ഞില്ല അല്ലെ? നമ്മുടെ മീനെ തിരിക്കുകയാണ്. ഇനി നമ്മളൊരു 1/4 മണിക്കൂറോളമായി സംഗതി ഇരിക്കണം. അപ്പൊ സംഗതി വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, നല്ല മണം വരുന്നു. ഓ പുളി. ആ പുളിയേ പുളി. Wow. നമ്മുടെ തിലോപ്പിയ മീൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കാം. കാറ്റ് ഇവിടെ ഇങ്ങോട്ട് അടിക്കുന്നതാണ് എനിക്ക് അവിടുന്നേ കിട്ടി മണം. ആയ് പൊളി പൊളി. അടിപൊളി അടിപൊളി. അപ്പൊ ഇനി നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ? യെസ്, നമുക്ക് അവർക്ക് കൊണ്ടേ കൊടുത്താലോ? നമുക്ക് ലൈവായിട്ട് അവിടെ നിൽക്കുന്നവർക്ക് കൊടുക്കാം. അവർക്ക് കൊടുത്ത അഭിപ്രായം, അവരുടെ അഭിപ്രായം. നമ്മളിത് റെഡിയാക്കിയ ഫിഷ് ഇവിടെ വന്നിരിക്കുന്ന മീൻ വാങ്ങാനും ചൂണ്ടയിടാനും വന്നിരിക്കുന്നവർക്ക് ഒന്ന് കൊടുത്ത് അവരുടെ അഭിപ്രായം കൂടെ നോക്കാം. കയ്യിൽ ചെറിയ പീസ് കൊടുക്കുന്നുണ്ട്. വേണ്ട, ഇഷ്ടായോ? കൊള്ളാവോ? ഹലോ, പേരെന്താ മോൻ്റെ? എൽവിൻ. മോൻ്റെയോ? എഡ്വിൻ. നല്ല പേര്. എങ്ങോട്ട് ചേച്ചി? ചേച്ചി കഴിച്ചില്ല. കൊള്ളാം. ഇപ്പൊ നമ്മളിവിടുന്ന് പിടിച്ച് ലൈവായിട്ട് കുക്ക് ചെയ്ത, ആ ജീവനോടെ കുക്ക് ചെയ്ത. താങ്ക് യു. ചേട്ടൻ്റെ പേര് എങ്ങനെയായിരുന്നു? ഡിക്സൺ. ഹായ് ചേട്ടാ, ഇത് ഇപ്പം ഇവിടുന്ന് പിടിച്ച് റെഡിയാക്കിയതാണ്. എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കി. നിങ്ങളവിടെ കുക്ക് ചെയ്യുന്നുണ്ടപ്പോൾ ഞാൻ കരുതി നമ്മൾ യൂട്യൂബ് വ്ളോഗിങ് ആണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ചേച്ചി? വെള്ളം കഴിക്കും. ഇപ്പം പിടിച്ചത്. ആ ചേട്ടനായിരുന്നു. ഉണ്ടാവും, ചേട്ടനെ അറിയാം. ചേട്ടൻ്റെ ബ്ലോഗ് കണ്ടിട്ടുണ്ട്. കൊള്ളോ? ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയായിരുന്നു ചേട്ടൻ്റെ? അനീഷ്. മോളുടെയോ? പ്രീതി. നല്ല പേര്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഫിഷ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത് നമ്മുടെ ഈ ഫാമിൻ്റെ സ്വന്തം ഓണർ ചേട്ടൻ പൗലോസ് എന്നാണ്. അപ്പോൾ ചേട്ടന് തന്നെ കൊടുത്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എന്നാലും നമ്മുടെ കുക്കിംഗ് എങ്ങനെയുണ്ടെന്ന്? അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകം പറയാൻ ഞാൻ അവിടെ ഇരുന്നപ്പോഴേ നല്ല
നല്ല സ്മെല്ലായിരുന്നു. കാറ്റ് അങ്ങോട്ട് അടിക്കുന്നത് ഞങ്ങൾ ഇരിക്കുവായിരുന്നു കുറെ നേരമായിട്ട്. നല്ല സ്മെല്ലായിരുന്നു. അപ്പം ഞാൻ ജിജോട് ഇനി എന്താ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചോദിക്കുമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവളാ പറഞ്ഞ് അവർ ഫ്രൈ ചെയ്യണേൻ്റെ ആണത്. ഞാൻ അധികം കണ്ടിട്ടില്ലെങ്കിലും എന്നോട് ഇവിടെ വന്ന ക്ലയൻസ് കുറെ പേര് പറഞ്ഞു ഇദ്ദേഹത്തെ പ്രത്യേകം പറഞ്ഞു. ഇപ്പൊ ക്യാമറയുടെ കാര്യം ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് യൂട്യൂബ് സംഭവങ്ങളൊക്കെ വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നൊരു ക്ലയൻ്റാണ് ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി ഭയങ്കര ഫേമസ് ആളാണ്. എനിവേ നിങ്ങളിവിടെ വന്ന് ഇങ്ങനൊരു പരിപാടി ചെയ്തത് വളരെ സന്തോഷം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫിഷ് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നല്ലൊരു ഫണ്ണും ടൈമുമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നത് കാക്കനാടാണ് ഈ ഒരു ഫിഷ് ഫാം ഉള്ളത്. കാക്കനാട് വില്ലുംപടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വീഗാലാൻഡ് ആ ഒരു റൂട്ടിൻ്റെ അടുത്താണ്. അതിൻ്റെ മാപ്പ് കറക്റ്റാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് സ്ഥലം കിട്ടും. മാത്രമല്ല നമ്മുടെ നമ്പരും കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.